ജിസേൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ബിന്നിയും ബിന്നിയുടെ ഹസ്ബൻഡ് നെവിന് സാബുമാൻ എല്ലാവരും ഇരിപ്പുണ്ട്. ആര്യൻ അവിടെയൊക്കെ ഒരു പഴം എടുത്തുകൊണ്ട് വന്ന് പൊളിച്ചിട്ട് അത് ജിസേലിൻ്റെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, എനിക്ക് നിൻ്റെ പഴം വേണ്ട, ഞാൻ നിൻ്റെ ഫ്രണ്ട് അല്ലല്ലോ. അപ്പോൾ ആര്യനാന്നേ പറയുന്നു, ഒന്നും പറയാതെ അങ്ങ് തിരിച്ചങ്ങ് പോയി. ജിസേൽ അത് അവിടെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പഴം എടുത്തിങ്ങനെ നീട്ടുന്നുണ്ട് ആര്യന്. ഇത് നീ കൊണ്ടുപോകും, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടി പഴം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് ജിസേൽ പറയുന്നുണ്ട്. അപ്പോൾ സാബുമാൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എപ്പോൾ, എന്ത് പറ്റി ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു ഇവിടെ? അത് കഴിഞ്ഞിട്ട് ജിസേലിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ നെവിൻ പറയുകയാണ്, എനിക്കൊരു പഴം താടി. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഇച്ചിരി മുമ്പേ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്നെപ്പറ്റി എന്താ പറഞ്ഞത്? അപ്പം ആരെപ്പോലെ ആകണ്ടെന്ന് പറഞ്ഞതിനകത്ത് നെവിൻ ജിസേലിനെ പറ്റിയാണ് പറഞ്ഞത്. ജിസേലിൻ്റെ സ്വഭാവം ഒന്നും എനിക്കിഷ്ടമല്ല, ജിസേൽ ഹ്യൂമാനിറ്റി പറയുമെങ്കിലും അങ്ങനെയൊന്നും കാണിക്കാറില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറ്റങ്ങൾ ജിസേലിൻ്റെ പറഞ്ഞിട്ട് ജിസേലിനെ പോലെ ആവണ്ടെന്നാണ് നെവിൻ പറഞ്ഞത്. അപ്പോൾ അത് ജിസേൽ ചോദിക്കുന്നുണ്ട്, നീ കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ എന്നെപ്പറ്റി, എന്നിട്ട് ഇപ്പം നീ എൻ്റെ അടുത്ത് പഴം വന്ന് ചോദിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ജിസേലിൻ്റെ അടുത്തേക്ക് നമ്മുടെ നെവിൻ വന്ന് നിന്ന് വീണ്ടും ചോദിക്കുകയാണ്, എനിക്ക് പഴം താടി. ജിസേൽ പഴം മുറിച്ചെടുത്ത് നെവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെവിന് അത് കഴിച്ചു കഴിഞ്ഞിട്ട് പറയാണ്, നിൻ്റെ ഒരു ഇച്ചിരി പഴം തിന്നപ്പം നീ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ, ഞാനൊരു പഴം വിഴുങ്ങിയാണെന്നൊന്നും നിനക്ക് തോന്നാൻ പാടില്ല. ഞാൻ പഴം വിഴുങ്ങിയല്ല കേട്ടോടി ജിസേല്. എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കി പറയും കേട്ടോടി ജിസേല്. നിൻ്റെ കയ്യിൽ നിന്ന് പഴം മേടിച്ച് തിന്നെന്ന് കരുതി നീ വിചാരിക്കും ഞാൻ പഴം വിഴുങ്ങിയാണെന്ന്. ഞാൻ പഴം വിഴുങ്ങിയല്ല കേട്ടോടി ജിസേൽ. സന്ദർഭത്തിനനുസരിച്ച് ഈ വക വാക്കുകൾ നിവിൻ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ എന്നാലും നല്ല രസമാണ് നിവിൻ്റെ സംഭാഷണം.